എന്നാ വെയിലായത്. അവിടുന്ന് പോരണ്ടായിരുന്നു. ഈ സമയത്ത് വീട്ടിലായിരുന്നേ നല്ല ചോറും കഴിച്ച് അവിടെ എങ്ങനെ ഇരിക്കായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണേ എനിക്ക് വഴി അറിയത്തില്ലല്ലോ. ഗൂഗിൾ മാപ്പ് നോക്കി പോകാമെന്ന് വെച്ചാൽ ആ പെണ്ണും പിള്ള വഴി തെറ്റിച്ച് ഏതെങ്കിലും കാട്ടിക്കൊണ്ടേയാക്കും. കാട്ടിലേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. കാട്ടിൽ ചെന്നാലേ സിംഹത്തിന് ഈഗോ അടിക്കും. കാരണം ഒരു കാട്ടിൽ 2 സിംഹം വേണ്ടല്ലോ. വഴി കാണിച്ചു തരാൻ ഒരേ ഒരാളേ ഉള്ളൂ. അവളെ വിളിക്കാം. അവളാണ് വഴി കാണിച്ചു തരാൻ മിടുക്കി. ഡോറാ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ബുജി, നമുക്ക് ടിന്റുമോന്റെ അടുത്തേക്ക് പോവാം. കൂട്ടുകാരെ, നമുക്ക് ടിന്റുമോനെ വിളിച്ചിട്ടല്ലേ, വാ പോകാം. ഹായ് ഡോറ. ഹായ് ടിന്റുമോനെ. ടിന്റുമോനെ കണ്ട സന്തോഷത്തിൽ കൂട്ടുകാരെ നമുക്കൊരു പാട്ടായാലോ? ഞാൻ ഡോറയ്ക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരെ, ടിന്റുമോൻ എനിക്ക് സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ഐസ്ക്രീം. അയ്യോ, ടിന്റുമോൻ ഇതിനകത്ത് ഐസ്ക്രീം കാണുന്നില്ലല്ലോ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. നടന്നു വന്നപ്പോ വെയിൽ കൊണ്ട് ഉരുകിപ്പോയതാ. വേണേ നിക്കറ് പിരിഞ്ഞു തരാ. ടിന്റുമോനെ, അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ആണോ? അപ്പൊ കമ്പുപോട്ടെ. ടിന്റുമോനെ, ടിന്റുമോൻ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. ഞാൻ വഴിതെറ്റി വന്നതാണ് ഡോറ. അയ്യോ കൂട്ടുകാരെ, ടിന്റുമോൻ വഴിതെറ്റി വന്നിരിക്കുന്നു. ഞാനേ വീട്ടിൽ അച്ഛനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോന്നതാ. അതെന്തിനാ ടിന്റുമോനെ? ഞാൻ എന്റെ റിസൾട്ട് കണ്ടേ സന്തോഷിച്ച് തുള്ളിച്ചാടി. അതൊരു തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല ടിന്റുമോനെ. റിസൾട്ട് അറിഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടുക തന്നെ വേണം. ടിന്റുമോൻ നല്ല മാർക്കോടുകൂടി ജയിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ല, തോറ്റുപോയി. അയ്യോ, പിന്നെന്തിനാ തുള്ളിച്ചാടിയത്? തോറ്റു കഴിഞ്ഞാൽ എന്നെ ഇനി സ്കൂളിൽ വിടത്തില്ല എന്നാ ഡാഡി പറഞ്ഞത്. പക്ഷെ ഡാഡി ആ വാക്ക് പാലിക്കുന്നില്ല. അതിനാണ് ഞാൻ ഡാഡിയോട് 1ഉം 2ഉം പറഞ്ഞ് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. കൂട്ടുകാരെ, അപ്പോ അച്ഛൻ ടിന്റുമോൻ പരീക്ഷ തോറ്റു. തന്നെ നീ എന്നെ വെച്ച് പാട്ടുണ്ടാക്കുക? ഇതൊക്കെ സ്റ്റൈലാ ടിന്റുമോനെ. ഇതാരാ? ഇതാണ് ബജി. അയ്യോ, കൊരങ്ങിന്റെ രൂപത്തിലുള്ള ബജി ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. ഞാൻ എത്തിന്നോട്ടെ. ഇത് ബജിയല്ല ടിന്റുമോനെ. പിന്നെ ഇതാണ് ബജി, എന്റെ കൂട്ടുകാരനാ. കേട്ടോടാ കൊരങ്ങ. രണ്ടുപേരെയും കണ്ട ഒരമ്മ പറ്റതാണെന്നേ പറയത്തുള്ളൂ. കൂട്ടുകാരെ, അപ്പോ അമ്മ, ബുജി, ഡോറ പറ്റു. ദൈവമേ, അടുത്ത ജന്മമെങ്കിലും എനിക്ക് എൻ്റെ അമ്മയായിട്ട് ജനിച്ചാൽ മതിയേ. അമ്മോട് അത്രയ്ക്ക് ഇഷ്ടമാണോ ടിന്റുമോനെ? അല്ല, ഡാഡിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള അമ്മയാ, അതുകൊണ്ടാ. എനിക്ക് ആരായി ജനിച്ചാലും വേണ്ടില്ല, പക്ഷെ ഇവിടെ ഒന്നും അല്ല. വല്ല അമേരിക്കയിലോ ജർമ്മനിയിലോ ജപ്പാനിലോ ആയിരിക്കണം. അപ്പൊ കൂട്ടുകാരെ, ജപ്പാൻ, ജർമ്മനി, അമേരിക്ക. ടിന്റുമോനെ എവിടെ ജനിക്കുന്ന ഇഷ്ടം? എനിക്ക് കേരളത്തിൽ ജനിക്കുന്നതാണ് ഇഷ്ടം. അതെന്താ? കാരണം മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷ എൻ്റെ നാട്ടിൽ വഴങ്ങുകയില്ല. ഈ ചിരി കാണുമ്പോഴുണ്ടല്ലോ എൻ്റെ വീട്ടിലെ റോസാപ്പൂ എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് ഭംഗിയാണോ ടിന്റുമോനെ എന്റെ ചിരി കാണാൻ? ഇല്ല, അതിലും പുഴുവാണ്, നിന്റെ പല്ലിലും പുഴുവാണ്. കൂട്ടുകാരെ, അപ്പോ പല്ല്, റോസാപ്പൂ, പുഴു. ടിന്റുമോനെ, എന്തിനാ ഡോറയെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് വിശക്കുന്നു, വീട്ടിൽ പോണം. അയ്യോ, എന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ടിന്റുമോനെ. നിന്റെ വീട്ടിലല്ല, എന്റെ വീട്ടിൽ പോണം. അതിന് മാപ്പ് പറയണം. അതിന് ഞാൻ നിന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ മാപ്പ് പറയുന്നത്? അതല്ല ടിന്റുമോനെ, മാപ്പെന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരനാണ്. ഓ, ഞാനാണ് മാപ്പ് അങ്ങനെ പറയുന്ന ആളല്ലേ? അതെ ടിന്റുമോനെ. എങ്കിൽ അയാളോട് പറ, വഴി ഒന്ന് കാണിച്ചു തരാം. കൂട്ടുകാരെ, നമുക്കപ്പോ മാപ്പിനെ വിളിച്ചിട്ട് ടിന്റുമോന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാം. മാപ്പ്, ടിന്റുമോന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. നിങ്ങൾ രണ്ടുപേരും
കൺഫെഷൻ റൂമിലേക്ക് വരിക. ഇതെന്നെ ബിഗ് ജോസ് ആണ്. അയ്യോ റോങ് നമ്പർ ആയി പോയി. മാം ടിന്നുമോന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ടിന്നുമോനെ ദേ മാപ്പ് വന്നു. ഓ മാപ്പ് വന്നോ? മാം വഴി പറഞ്ഞു കൊടുക്കൂ. ഐസ്ക്രീം മല, സ്ട്രോബെറി കുന്ന്, ചോക്ലേറ്റ് പുഴ. മനുഷ്യന് ഇവിടെ വിശന്ന് വലഞ്ഞിരിക്കുക. അന്നേരം ഇതൊന്നും പറഞ്ഞ് കൊതിപ്പിക്കാതെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ പറ. ടിന്നുമോനെ ഇത് വഴി പറഞ്ഞു തന്നതാണ്. ആണോ? ഒന്നുകൂടി പറയൂ മാം. ഐസ്ക്രീം മല, സ്ട്രോബെറി കുന്ന്, ചോക്ലേറ്റ് പുഴ. കൂട്ടുകാരെ നിങ്ങൾ വീട്ടിൽ പറയൂ. ഐസ്ക്രീം മല, സ്ട്രോബെറി കുന്ന്, ചോക്ലേറ്റ് പുഴ.